ഭോജ്ശാല ക്ഷേത്രം ഹിന്ദുക്കൾക്ക് വിട്ടുകൊടുക്കാനായിട്ട് ഹൈക്കോടതിയുടെ വിധി വന്നിരിക്കുന്നു. നമ്മുടെ രാമക്ഷേത്രത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു വീണ്ടെടുപ്പാണിത്. അത് വലിയൊരു പ്രാധാന്യമുള്ളത് തന്നെയല്ലേ സർ? അല്ല, ഇത് ഭോജരാജാവ് പണിത ക്ഷേത്രവും ഒരു സരസ്വതി ക്ഷേത്രവുമാണ്. സംസ്കൃത ഭാഷ പ്രചരണത്തിന് വേണ്ടിയും സനാതനധർമ്മത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയും കൂടി ഭോജരാജാവ് പണിതതാണ് ഈ ക്ഷേത്രം. അത് ആർക്കിയോളജിക്കൽ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലായിരുന്നു. അവിടെ ഈ ക്ഷേത്രത്തിൽ ഹിന്ദുക്കൾ പാരമ്പര്യമായിട്ട് പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു. എപ്പോഴുമല്ല, ഇടയ്ക്ക് പോയിട്ട്. ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളെ എല്ലാ ദിവസവും തുറന്ന് ഈ 5 നേരം നിസ്കരിക്കുന്ന രീതിയിലുള്ള പരിപാടികളൊന്നും വേണമെന്നില്ല. മാസത്തിലൊരിക്കൽ തുറക്കുന്നുണ്ട്, വർഷത്തിൽ തുറക്കുന്നുണ്ട്, ഡെയിലി തുറക്കുന്നുണ്ട്, 2 ആഴ്ച കൂടുമ്പോൾ തുറക്കുന്നുണ്ട്. അതുപോലത്തെ ഒരു പ്രാർത്ഥനാലയമായിരുന്നു. 2003 ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് മുസ്ലിങ്ങൾക്ക് പ്രാർത്ഥന നമസ് നടത്തുന്നതിനുള്ള അധികാരം ഗവൺമെൻറ് കൊടുത്തു 2003. ആ ഓർഡറിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള കേസിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഈ വിധി വന്നിരിക്കുന്നത്. അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഹിന്ദുക്കളുടെ ആരാധനാലയമാണ് എന്ന് ചരിത്രരേഖകളും പുരാവസ്തു ലിഖിതങ്ങളും അതിനെ തുടർന്നുള്ള ജീവിത രീതികളും പരിശോധിച്ചപ്പോൾ ഞങ്ങൾക്ക് ബോധ്യമായി എന്ന് കോടതി പറഞ്ഞേക്കാണ്. അതുകൊണ്ട് ഈ 2003 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിച്ച ഉത്തരവ് റദ്ദ് ചെയ്ത്, അപ്പോൾ ഇനി അത് സമ്പൂർണ്ണമായിട്ടും ഹിന്ദു വിഭാഗത്തിൻ്റെ അധീനതയിൽപ്പെടും. മുസ്ലിങ്ങൾക്ക് വേറെ സ്ഥലത്ത് പള്ളി പണിയുന്നതിന് ഉള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്ന ഇൻ ഓർഡർ ടു secure the religious rights of the Muslim community and ensure complete justice between the parties in case of respondent number 8, Maulana Kamaluddin Welfare Society submits an application for the allotment of suitable land within the Dhar district. അവർ ആവശ്യപ്പെട്ടതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇതല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത്, ഈ ധാർ ജില്ലയിൽ എവിടെയെങ്കിലും ഞങ്ങൾക്ക് നല്ല സ്ഥലത്ത് പള്ളി പണിയാനുള്ള അവസരം വേണം എന്ന് പറഞ്ഞ് അത് 2 വിഭാഗത്തെയും തൃപ്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട്, നിയമത്തിൻ്റെ അല്ല, ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് എന്ന നിലക്ക് അത് അനുവദിച്ചിട്ടുണ്ട് കോടതി. സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ട നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ, ഈ എല്ലാ ഭരണഘടന അനുസരിച്ച് ഈ കാര്യങ്ങൾ, നമ്മുടെ പുരാവസ്തുക്കളൊക്കെ സംരക്ഷിക്കാനുള്ള ബാധ്യത കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട് എന്നത് നേരാണെങ്കിലും ആ പ്രദേശത്തുള്ള ഇവരുടെ ഇത് ആരാധന നടത്തുന്നതിനുള്ള അവകാശം നിഷേധിക്കാൻ പാടില്ല എന്ന് ഈ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. ക്ഷേത്രമാണെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ദേവാലയമാണെങ്കിൽ അത് ഏറ്റെടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റിലീജിയസ് സ്ട്രക്ചറിൽ ഒരു മാറ്റം വരുത്തരുത്, സ്പിരിച്വൽ കണ്ടൻറ്റിലും മാറ്റം വരുത്തരുത്. ഈ ഭോജശാല 11-ാം നൂറ്റാണ്ടിൽ പണിതതാണ്. ഭോജരാജാവ് പണിതതാണ്. ഭോജരാജാവ് നമ്മളൊരു ഹിസ്റ്റോറിക്കൽ മാത്രമല്ല, നമ്മുടെ മിത്തോളജിക്കൽ ക്യാരക്ടർ കൂടിയാണ്. കാളിദാസനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സംഗതിയാണത്. അപ്പോൾ അതുകൊണ്ട് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഹൈന്ദവ ക്ഷേത്രങ്ങളോട് ചേർന്ന് തന്നെ മുസ്ലിം പള്ളികളും വേണം എന്നൊരു നിലപാട് ചിലപ്പോഴൊക്കെ സ്വീകരിക്കുന്നൊരു സമ്പ്രദായം ഇന്ത്യയിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു സ്ഥലത്ത് മുസ്ലിമിൻ്റെ, ഒരു സ്ഥലത്ത് ക്രിസ്ത്യാനിയുടെയും, ഒരു സ്ഥലത്ത് ഹിന്ദുവിൻ്റെയും ഒരുമിച്ച് ആരാധനാലയങ്ങൾ വന്നു കഴിഞ്ഞാൽ മതസൗഹാർദ്ദം പുലരും എന്നാണ് ഇവരെല്ലാം കരുതിയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ 3 ആരാധനാലയങ്ങളും ഒരുമിച്ച് വന്നെങ്കിൽ മാത്രമേ മതസൗഹാർദ്ദം പുലരൂ എന്ന് കരുതുന്നത് ഈ 3 എണ്ണത്തിനെയും നേരെ ചൊവ്വേ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ മതസൗഹാർദ്ദത്തിന് കുഴപ്പമൊന്നും സംഭവിക്കില്ല. കാരണം ഇപ്പം തിരുവനന്തപുരത്ത് പറയുമ്പോൾ പറയും, അപ്പുറത്ത് ഭീമാപ്പള്ളിയുണ്ട്, ഇപ്പുറത്തൊരു പാളയം പള്ളി, ക്രിസ്ത്യൻ പള്ളി ഇതുണ്ട്. അപ്പം അങ്ങനെ വാങ്കുവിളി കേൾക്കുന്നു, ശംഖുനാഥം കേൾക്കുന്നു, കുർബാനയുടെ ശബ്ദം കേൾക്കുന്നു. ഇതെല്ലാം കൂടി കേട്ടിട്ട് തിരുവനന്തപുരത്ത് മതസൗഹാർദ്ദം ഒഴുകണമെന്നാണ് പറയണത്. എന്തൊരു ഭോഷ്കാണത്. അല്ല, ക്ഷേത്രത്തിന്റെ ഭൂമി കാണാനില്ല എന്നൊരു പ്രശ്നവും കൂടെ അവിടെ ഉണ്ട്. ക്ഷേത്രത്തിൻ്റെ ഭൂമിയിലാണ് അവിടെ പള്ളി വന്നിരിക്കുന്നത് എന്നൊരു സത്യം അവിടെ അവശേഷിച്ചിരിക്കുകയാണ് ഇത് വരുന്നത് എന്നുള്ള കാര്യമുണ്ട്. ഇതിവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇങ്ങനെ സംഭവിച്ചിട്ട്. ഇപ്പം മധുരയിൽ ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ്. എന്തായാലും ശരിയാണല്ലോ, ഇസ്ലാം ഇവിടെ വരുന്ന 7-ാം നൂറ്റാണ്ടിലാണ്.
അതെ 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം വരുന്നതിനൊക്കെ എത്രയോ കൊല്ലങ്ങൾക്ക് മുൻപ് ശ്രീകൃഷ്ണ ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നല്ലോ, അതെ മധുരയിൽ. അപ്പോൾ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ മുസ്ലിം പള്ളി വേണമെന്ന് എന്തിനാണ് ഈ വാശി പിടിക്കുന്ന കാര്യം മനസ്സിലാവുന്നില്ല. ഒരു മതലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സംഘർഷം ഉണ്ടാകും. അതെ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള രീതിയിൽ വരുന്ന ഈ മതസൗഹാർദ്ദ കെട്ടുകാഴ്ചകളുണ്ടല്ല, ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. സാധാരണഗതിയിൽ ഇവിടെ എങ്ങനെയാണ് മതസൗഹാർദ്ദ സമ്മേളനം നടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മല്ലാക്ക വരും, ഒരു അച്ഛൻ വരും, ഒരു സ്വാമി വരും. അതെ എന്നിട്ട് ഇവർ 3 പേരും പറയും ഒരു കുഴപ്പമില്ല എന്ന് പറയും. പിന്നെ ആർക്കാ കുഴപ്പം? ആർക്കാ കുഴപ്പം? ഇവർ 3 പേരും ഞങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്ന് പറയും. പിന്നെ ആരാ പ്രശ്നം ഉണ്ടാക്കുന്ന? ആ പ്രശ്നമില്ലേ? അതെ ഇവർ 3 പേരും ഇങ്ങനെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ പോലെ മല്ലാക്ക തലയെക്കെട്ടായിട്ട് വരും, സ്വാമി ഒരു കാഷായ വസ്ത്രവും ഒരു പുറത്തുമൊക്കെ ആയിട്ട് വരും, പള്ളിയിൽ അച്ഛൻ്റെ റോബിൽ വരും. ഇവർ 3 പേരും ഫാൻസി ഡ്രസ് കോമ്പറ്റീഷനിൽ ഒരുമിച്ചിരിക്കുന്ന രീതിയിൽ ഇരിക്കുകയും അതിനുശേഷം ഇവർ മതസൗഹാർദ്ദത്തെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുകയും ആളുകളെല്ലാം അത് കേട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും. വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവുള്ളൂ. മതസൗഹാർദ്ദത്തിൽ ആളുകൾക്ക് പൊതുവെ താല്പര്യക്കുറവ് കൊണ്ടല്ല. ഇവരിങ്ങനെ പറയുമ്പോൾ ഇത് കഴിഞ്ഞാൽ ഇവരിങ്ങനെയല്ല പറയുന്നത്. അതെ ഇരട്ട മുഖമാണുള്ളത്. ഇത് കഴിഞ്ഞ് ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരിങ്ങനെയല്ല. പ്രത്യേകിച്ച് സെമിറ്റിക് മതങ്ങളുടെ സ്വഭാവം. സെമിറ്റിക് മതങ്ങൾക്ക് അങ്ങനെ അത് പറയാൻ പറ്റില്ല. സെമിറ്റിക് മതങ്ങൾക്ക് മറ്റ് മതങ്ങൾ തുല്യമാണ് എന്ന് സമ്മതിക്കാൻ അതിൻ്റെ യുക്തിഘടന അനുസരിച്ച് സാധ്യമല്ല. അത് അവർക്കുള്ള ഒരു ലിമിറ്റേഷനാണ്. ഒരേ ഒരു ടെക്സ്റ്റും ഒരേ ഒരു പ്രവാചകനും ഒരേ ഒരു മാർഗവും എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ വിവിധ മാർഗങ്ങളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനും അംഗീകരിക്കാനും സാധ്യമല്ല. അതിപ്പോൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അല്ലാഹുവിലും അന്ത്യപ്രവാചകനിലും അദ്ദേഹം നടത്തിയിരിക്കുന്ന അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന ഖുറാനിലും ഇതൊക്കെ അന്ത്യവിധിയിലും ഒക്കെ വിശ്വസിച്ചതിന് ശേഷം മാത്രമേ ജീവിക്കാൻ പറ്റൂ. അങ്ങനെ വിശ്വസിച്ചേ പറ്റൂ. മാത്രമല്ല അത് മാത്രമാണ് സത്യവേദമെന്നും അയാൾക്ക് വിശ്വസിക്കേണ്ടി വരും. ക്രിസ്ത്യാനികൾക്കാണെങ്കിൽ യേശുദേവനിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിലെത്താൻ പറ്റൂ എന്ന് വിശ്വസിക്കേണ്ടി വരും. അപ്പോൾ അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. ഈ യേശുദേവൻ സ്വർഗരാജ്യത്തിലേക്ക് വരുന്നത് 2000 ആണ്ടിലാണ്, 2000 കൊല്ലമായിട്ടുള്ളത്. അതിനും 10,000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച് ജീവിച്ച് മരിച്ചുപോയ മനുഷ്യരൊക്കെ അപ്പോൾ നരകത്തിലാണ്. അവർ ചോദ്യമുണ്ടല്ലോ. അതെ. പക്ഷേ നമ്മൾ അത്തരം യുക്തികളൊന്നും ചോദിക്കാറില്ല. കാരണം അത് മതപരമായ അവരുടെ വിശ്വാസമാണ്. ഞാൻ പറയുന്ന കാര്യം ആ യുക്തിയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഇതിനുള്ള സ്ഥിതിക്ക് അവർക്ക് അതിനകത്ത് ഒരു പ്ലൂറലിസ്റ്റിക് അപ്രോച്ച് എടുക്കാൻ സാധ്യമല്ല. അത് സെമറ്റിക് മതങ്ങളുടെ സ്വഭാവത്തിൻ്റെയും സ്വരൂപത്തിൻ്റെയും ഭാഗമായിട്ട് വരുന്നതാണ്. അവർക്കത് എടുക്കാൻ സാധ്യമല്ല. അതിനൊരു കുഴപ്പമില്ല, അവരങ്ങനെ വിശ്വസിക്കട്ടെ. പക്ഷെ അതിനകത്ത് പ്ലൂരലിസം ഉണ്ട് എന്ന് പറയുന്ന പ്ലൂരലിസമുള്ള ഏക മതം എന്ന് പറയുന്നത് ഹിന്ദു മതമാണ്. അതിൽ വൈവിധ്യമുണ്ട്, പലതരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളുണ്ട്, ആചാര ജീവിത രീതികളുണ്ട്. 33 കോടി ദേവതകളുണ്ട്. ഏതും ദേവതയാണ്. ആ രീതിയിലുള്ളൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. സുപ്രീം കോടതി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ക്ഷേത്രത്തിൽ പോകുന്നവനും ക്ഷേത്രത്തിൽ പോകാത്തവനും ഹിന്ദുവാണെന്ന് പറഞ്ഞു. തൻ്റെ വീട്ടിൽ ഒരു കുടിലിൽ ഒരു തിരി കത്തിച്ച് വെക്കുന്നവൻ, ഒരു വിളക്ക് കത്തിച്ച് വെക്കുന്നവൻ ഹിന്ദുവാണെന്ന് പറഞ്ഞേ. സത്യമാണത്. ആ രീതിയിൽ ഇവർക്ക് പറ്റില്ല. സെമറ്റിക് മതങ്ങൾക്ക് ഒരു സാമൂഹികമായ ആചാര ജീവിത രീതിയുണ്ട്. അതിൻ്റെ കൂടെ മതം ഒരു ജീവിത രീതിയായിട്ട് വരുമ്പോൾ സാമൂഹികമായ ഒരു സംഘടനാ രൂപം അതിന് കൈവരും. അപ്പോൾ അതുകൊണ്ട് ഞായറാഴ്ച പള്ളിയിൽ പോകേണ്ടി വരും. ഞായറാഴ്ച പള്ളിയിൽ പോവുകയും കുർബാന കേൾക്കുകയും ആ കുർബാന കാലത്തുള്ള അച്ഛൻ്റെ പ്രസംഗത്തിൽ വിശ്വാസികൾ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം കൊടുക്കുകയും ചെയ്യും. മുസ്ലിങ്ങൾക്കാണെങ്കിൽ വെള്ളിയാഴ്ച നമസിൽ പങ്കെടുത്തേ പറ്റൂ. അത് കേൾക്കണം. അത് കേട്ട് അതിനനുസരിച്ച് ഉള്ളതുണ്ട്. ഹിന്ദുക്കൾക്ക് ആ പ്രശ്നമില്ല. നിങ്ങൾ അമ്പലത്തിൽ പോയാലും കൊള്ളാം, പോയില്ലെങ്കിലും കൊള്ളാം. പോയുന്നവന് വീട്ടിലൊരു ചെറിയ വിളക്ക് വെച്ച് അത് സുപ്രീം കോടതിയിലെ നിരീക്ഷണമായിരുന്നു. വീട്ടിൽ ഒരു ചെറിയ വിളക്ക് വെച്ച് ജീവിക്കുന്നവൻ ക്ഷേത്രത്തിൽ പോകുന്നത് പോലെ തന്നെ ഹിന്ദുവാണെന്നാണ് പറഞ്ഞത്. ആ രീതിയിലുള്ളൊരു ലിബറൽ സമീപനം, ഫ്ലെക്സിബിളായിട്ടുള്ള സമീപനം സെമറ്റിക് മതങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല.
അപ്പോൾ അതുകൊണ്ട് സെമറ്റിക് മതങ്ങൾക്ക് ഈ തരത്തിൽ പ്രാർത്ഥനാലയങ്ങൾക്കും ബാക്കി കാര്യങ്ങൾക്കുമൊക്കെ അവരുടെ സാമൂഹികമായ കെട്ടുറപ്പിന് ഇത് അത്യാവശ്യമാണ്. ക്ഷേത്രം സാമൂഹികമായ കെട്ടുറപ്പിൻ്റെ ഒരു കേന്ദ്രമായിട്ട് വരാറില്ല. ക്ഷേത്രത്തിൽ ഒരു നിശ്ചിത സമയം, കുർബാനയൊക്കെ ആ സമയത്താണ് പോകുന്നത്. ഇപ്പം 6:30 തുടങ്ങുന്ന കുർബാന 7 മണി വരെ അല്ലെങ്കിൽ 7:30 മണി വരെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ 1 മണിക്കൂറിനുള്ള മുഴുവൻ സമയവും ഉണ്ട്. രാവിലെ നട തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നട അടക്കുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും പോയാൽ മതി. അതെ. അപ്പോൾ ഈ രീതിയിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളുടെയൊക്കെ അന്തരീക്ഷം നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാതെ എല്ലാം ഒരേപോലെ, അങ്ങനെ എല്ലാം ഒരേപോലെ ആകേണ്ട കാര്യവുമില്ല. പലതും പലതായിട്ട് തന്നെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ഈ മറ്റ് മതങ്ങളെ സ്വീകരിക്കുന്നതിന് ഹിന്ദുക്കൾക്ക് വൈഷമ്യമില്ലാതെ പോകുന്നത് ഈ ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണ്. മറ്റ് മതങ്ങളെ അംഗീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവർക്ക് ഇതില്ലാതെ പോകുന്നത് ആ ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടുമാണ്. ഇന്ത്യ ലൈവ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായും ചെയ്യണം. നമ്മുടെ IND എന്ന ആ ലോഗോയിൽ ഒന്ന് വിരലർത്തിയാൽ നമ്മുടെ ഫീഡ് തെളിഞ്ഞു വരും. അതിൽ ഒരു നീല നിറത്തിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടണുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തുക. തൊട്ടുപുറത്തൊരു ബെല്ലൈക്കണുണ്ട്, അതും കൂടെ അമർത്തിയാൽ ചാനൽ സബ്സ്ക്രിപ്ഷൻ ഉറപ്പായി. ഞങ്ങളെ സഹായിക്കേണ്ടത് അങ്ങനെയാണ്.